ഹൃദയം എന്ന സീരിയൽ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. സിന്ധുവിന്റെ ചേച്ചി പ്രേമയെ ദേവിക കണ്ടെത്തി. നിത്യയുടെ പ്രേതമാണ് പ്രേമയെ കണ്ടെത്താൻ ദേവികയെ സഹായിക്കുന്നത്. ശരത്തും സ്വാമിയും കൂടി പ്രേമയെ ഡോക്ടർ നിരഞ്ജന്റെ ക്ലിനിക്കിൽ കൊണ്ടുപോയി കിടത്തുന്നു. പാർവതിയെ അന്വേഷിച്ചു പോകുന്ന മനോഹരന്റെ കാറ് ക്ലിനിക്കിന്റെ അടുത്തെത്തുമ്പോൾ കേടാകുന്നു. കാർ സ്റ്റാർട്ടാകുന്നില്ല. ആ കാർ ശരത്തിന്റെ കാറായിരുന്നു. നിത്യയുടെ പ്രേതം ഇപ്പോൾ കൂട്ടുകാരി പ്രിയയിലാണ്. പ്രിയയെ കൊണ്ട് നിത്യയാണ് ഒരു വർക്ക്ഷോപ്പിൽ നിന്നും ശരത്ത് വിറ്റ കാർ വാങ്ങിപ്പിക്കുന്നത്. അതുകൊണ്ട് നിത്യയാണ് മനോഹരനെ ഡോക്ടർ നിരഞ്ജന്റെ ക്ലിനിക്കിന്റെ മുൻപിൽ എത്തിച്ചത്. മനോഹരൻ ദേവികയെ വിളിച്ച് അവിടേക്ക് വരുത്തുന്നു. ദേവികയെ നിത്യയാണ് ഡോക്ടർ നിരഞ്ജന്റെ ക്ലിനിക്കിലേക്ക് എത്തിക്കുന്നത്. ക്ലിനിക് തുറന്നു കിടന്നിരുന്നു. ദേവിക അകത്തേക്ക് കയറി നോക്കുന്നു. അവിടെ കണ്ട കാഴ്ച ദേവികയെ അതിശയിപ്പിക്കുന്നു. അവിടെ പ്രേമ കിടക്കുന്നു. മറ്റൊന്നും ആലോചിക്കാതെ അവിടെ നിന്നും ദേവികയും മനോഹരനും കൂടിയാണ് പ്രേമയെ ഹോസ്പിറ്റലിലാക്കുന്നത്. ശരത്ത് മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ നൽകി പ്രേമയെ അബോധാവസ്ഥയിലാക്കിയിരുന്നു. ഇതിനൊക്കെ തങ്കച്ചിയും സ്വാമിയും ചന്ദ്രയുമായിരുന്നു ശരത്തിന്റെ കൂട്ടാളികൾ. ചന്ദ്രയ്ക്ക് വേണ്ടിയാണ് ശരത്ത് പ്രേമയെ ഒളിവിൽ താമസിപ്പിച്ചിരുന്നത്. വിഷ്ണുവും ചന്ദ്രയും വിവാഹിതരായി എന്ന മാരേജ് സർട്ടിഫിക്കറ്റ് പ്രേമ കാണുന്നതോടെയാണല്ലോ പ്രേമയെ ചന്ദ്ര തലക്കടിച്ച് ബോധരഹിതയാക്കുന്നത്. പ്രേമയുടെ തിരോധാനത്തിന് പിന്നിൽ ചന്ദ്രയ്ക്കും ശരത്തിനും പങ്കുണ്ടെന്ന് ദേവികയ്ക്കും സിന്ധുവിനും മനസ്സിലായെങ്കിലും അതിനുള്ള തെളിവ് അവർക്ക് കിട്ടുന്നില്ല. ചന്ദ്രയുമായുള്ള മൽപ്പിടുത്തം പ്രേമ ഓർമ്മിക്കുന്നുണ്ടെങ്കിലും പ്രേമയ്ക്ക് സംസാരിക്കാനായി കഴിയുന്നില്ല. പ്രേമയെ കാണാനായി ചന്ദ്ര വരുന്നു. പ്രേമ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷയാണ് പ്രേമയ്ക്ക് കിട്ടിയതെന്ന് ചന്ദ്ര പറയുന്നു. എന്നാൽ ചന്ദ്രയെ കാണുന്ന പ്രേമയുടെ മുഖത്ത് ദേഷ്യം വരുന്നു. അവർ കൈകൾ കൂട്ടി ശക്തിയോടെ പിടിക്കുന്നു. ആ സമയത്ത് അവിടെ ആരുമില്ലാതിരുന്നതുകൊണ്ട് അതാരും കാണുന്നില്ല. ദേവികയോട് പ്രേമയ്ക്ക് കഞ്ഞി നൽകാനായി സിന്ധു പറയുന്നു. ദേവിക കൊടുക്കുന്ന കഞ്ഞി പ്രേമ കുടിക്കുന്നു. പ്രേമയെ നിരഞ്ജന്റെ ക്ലിനിക്കിൽ കിടത്തി പ്രേമയെ കാണാതായതിന് പിന്നിൽ ഡോക്ടർ നിരഞ്ജനാണെന്ന് വരുത്തി തീർക്കാനാണ് ശരത് ശ്രമിച്ചത്. അതോടെ സിന്ധുവും ഡോക്ടർ നിരഞ്ജനും തമ്മിൽ ശത്രുതയിലാകുമെന്നും ശരത് കണക്കുകൂട്ടി. അതുമാത്രം ശരത്തിന്റെ പദ്ധതി വിജയിക്കുന്നില്ല. ഡോക്ടർ നിരഞ്ജന്റെ ക്ലിനിക്കിൽ പ്രേമയെ കാണാതായതോടെ ശരത്തും സ്വാമിയും കൂടി നിരഞ്ജന്റെ അമ്മ താമസിക്കുന്ന വീട്ടിൽ പ്രേമ ഉണ്ടാകുമെന്ന് കരുതി രാത്രിയിൽ അവിടെ എത്തുന്നു. എന്നാൽ അന്ന് രാത്രി നിരഞ്ജൻ അവിടെ ഉണ്ടായിരുന്നു. എന്തോ അനക്കം കേട്ട് നിരഞ്ജനും അമ്മയും നോക്കുമ്പോൾ ശരത്തും സ്വാമിയും കൂടി ഓടുന്നത് കാണുന്നു. നിരഞ്ജൻ ഒരു വടി എറിയുന്നു. വടി സ്വാമിയുടെ മുതുകത്ത് കൊള്ളുന്നു. നിരഞ്ജന് ആ സമയത്ത് അത് സ്വാമിയാണെന്ന് മനസ്സിലാകുന്നു. പിറ്റേ ദിവസം സ്വാമിയെ കാണാത്തതുകൊണ്ട് സ്വാമിയെ കാണാനായി നിരഞ്ജൻ ചെല്ലുന്നു. സ്വാമി വീണ് പരിക്ക് പറ്റിയെന്ന് നിരഞ്ജനോട് കള്ളം പറയുന്നു. നിരഞ്ജന്റെ വീട്ടിൽ രാത്രിയിൽ കയറിയത് സ്വാമിയാണെന്ന് നിരഞ്ജൻ മനസ്സിലാക്കിയെന്ന് സ്വാമി അറിയുന്നു. സ്വാമിക്ക് എന്തെങ്കിലും മരുന്നുകൾ വേണമെങ്കിൽ പറയണമെന്ന് പരിഹസിച്ച് പറഞ്ഞിട്ട് നിരഞ്ജൻ അവിടെ നിന്നും പോകുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.